സയൻസ് എന്ന പേരിൽ ഈ സ്യൂഡോ സയൻസും അതുപോലെ ഈ പിന്നെ അന്ധവിശ്വാസങ്ങളുമൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ ഈ വലിയ, അതായത് സമൂഹം അംഗീകരിക്കുന്ന, എല്ലാവരും ഇങ്ങനെ ഒരു പദവിയിൽ കയറ്റി വെച്ച ആളുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സമാധി നടത്തിയതിൻ്റെ പേരിൽ കേരളത്തിലൊരു സാധാരണ കുടുംബത്തെയാണ് വിമർശിച്ചിരുന്നത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലുള്ള വിദ്യാസമ്പന്നരായ ശാസ്ത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർ ഇത് ചെയ്യുന്നതിൽ പിന്നെ കുറ്റം പറയാൻ പറ്റും? ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവരുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും ഭാര്യയെയും നമ്മൾ ഒരുപാട് വിമർശിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിമർശിക്കുന്നതിൽ ഒരു കഥയില്ല എന്നുള്ളതാണല്ലോ ഈ കാമകോടി തെളിയിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി അതിനുശേഷം മദ്രാസ് ഐ ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗ്രേഡ് എടുത്തതാണ്. IIT-കളുടെ ഗ്രേഡ് എടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്ത് വരുന്നതാണ് ഈ പറയുന്ന മദ്രാസ് IIT എന്ന് പറയുന്നത്. വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. ഒരു എൻജിനീയറിംഗ് എക്സലൻസ് അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയങ്ങളിലെ ഇപ്പോൾ MSc മാത്തമാറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിലും ഇതിലൊരു എക്സലൻസ് കൊടുക്കുന്ന സ്ഥാപനമാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോലും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെയാണ് ഈ പറയുന്ന വീഴിനാഥൻ കാമകോടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിരിക്കുന്നത്, PhD ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ ഇത്രയും കാലം ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇപ്പോഴും ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് പനി മാറും എന്ന് പറയാൻ മടിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മക്കളെ നമ്മൾ, ഗോപൻ സ്വാമി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വ്യവഹരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ, പാവപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സമാധി ഇരുത്തുകയും അത് ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു അത്ഭുതമില്ല. ഇത്രയും ബിരുദവും ഇത്രയും ഒന്നാലോചിക്കുക, ഈ ബിരുദവും പഠനമൊക്കെ നമ്മൾ വിടുക. ഈ IIT മദ്രാസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒരാൾ ഇന്ത്യക്കകത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തു പോലും അദ്ദേഹം ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാവില്ലേ. അവിടെ ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഈ വ്യക്തിക്ക് മാത്രമല്ല, ഈ IIT മദ്രാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മാത്രമല്ല, രാജ്യത്തിന് ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. അതിൻ്റെ വലിപ്പം ഒരുപക്ഷെ ഇതിപ്പോൾ അവമതിപ്പായിട്ടായിരിക്കില്ല, ഇതൊരു വലിയ കാര്യമായിട്ടായിരിക്കും ഇവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി തന്നെ ഇത് മാത്രമാണ്, ഇത് മുമ്പേ ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയുന്നൊരു കാലത്ത് ഇത് വലിയ സംഭവമാണ് എന്ന് ഒരു പക്ഷേ കാമകോടിയും ധരിച്ചു വെച്ചായിട്ടുണ്ടാവും.